ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെയാണ് അക്രമങ്ങൾ നടക്കുന്നത്. സ്ത്രീകളുടെ സംരക്ഷണത്തിനായി വനിതാ കമ്മീഷനുണ്ട്. എന്നാൽ പുരുഷന്മാർക്കെതിരായിട്ടുള്ള അതിക്രമങ്ങളും അക്രമങ്ങളും കൂടി വരുന്ന ഇന്നത്തെ സാഹചര്യത്തിലും അവർക്ക് കൂടെ നിന്ന് സംസാരിക്കാനോ അവർക്ക് കൂടെ നിൽക്കുവാനോ ഒരു സംഘടനയോ ഒരു പ്രസ്ഥാനമോ ഇല്ല. സ്ത്രീകൾക്ക് വനിതാ കമ്മീഷൻ ഉള്ളതുപോലെ പുരുഷന്മാർക്കായി ഒരു പുരുഷ കമ്മീഷൻ വരേണ്ടതുണ്ട്. ജനങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് അവരോട് തന്നെ ചോദിച്ചറിയാം. പുരുഷ കമ്മീഷൻ വരണോ വേണ്ടേ, എന്താണ് അഭിപ്രായം? വരണം, അത് തന്നെ അഭിപ്രായം. കാരണം ഇക്വാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ സ്ത്രീകൾക്കുണ്ടല്ലോ, അപ്പം അതേപോലെ തന്നെ പുരുഷന്മാർക്കും വരണം. സ്ത്രീകൾക്കുണ്ടെങ്കിൽ പുരുഷന്മാർക്കും എന്തുകൊണ്ടായിക്കൂടാ? അവരുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കാനും അവർക്കെതിരെ സ്ത്രീകൾ പരാതി കൊടുത്താൽ അവർക്ക് വേണ്ടിയിട്ട് നിൽക്കാനും ഒരാളുള്ളത്, അല്ലെങ്കിൽ ഒരു സംഘടന, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പോലീസ് ആ രീതിയിലുള്ളത് നല്ലതാണ്. വനിതാ കമ്മീഷൻ ഉള്ള സ്ഥിതിക്ക് പുരുഷന്മാർക്ക് ഒരു കമ്മീഷൻ വേണമെന്നുള്ളതാണ് എൻ്റെ പേഴ്സണലി ഉള്ള അഭിപ്രായം. സമൂഹത്തിൽ ഇപ്പം സ്ത്രീകൾക്ക് ഒരുപാട് ആനുകൂല്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അത് വെച്ചിട്ട് മുതലെടുക്കുന്ന പല ആൾക്കാരുണ്ട്. അപ്പോൾ ഒരു പുരുഷനെ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ചെന്ന് ചാടുന്നതിന് പകരം പുരുഷനെ സംരക്ഷിക്കുന്ന ഒരു കമ്മീഷൻ വേണമെന്നുള്ളതാണ് അഭിപ്രായം. പുരുഷ കമ്മീഷനും അത്യാവശ്യമാണ്. സ്ത്രീ കമ്മീഷൻ ഉള്ളതുപോലെ പുരുഷന്മാർക്കും ഒരു കമ്മീഷൻ അത്യാവശ്യമാണ്. അനധികൃതമായിട്ട് സ്ത്രീകൾ പോയിട്ട് പരാതി കൊടുത്തു കഴിഞ്ഞാൽ പുരുഷന്മാർ പെട്ടുപോകും. ഏതെങ്കിലും സ്ത്രീകൾ കൊണ്ട് പരാതി കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് പുരുഷന്മാരെ പിടിച്ച് അകത്തിടാൻ പാടില്ല. അതാണ് പുരുഷന്മാർക്ക് വേണ്ടി എനിക്ക് വാദിക്കാനുള്ളത്. അങ്ങനത്തെ ആവശ്യമില്ലെന്ന് തോന്നുന്നില്ല എനിക്ക്. പക്ഷെ സ്ത്രീകൾക്ക് കൊടുത്തേക്കുന്ന അവകാശങ്ങളും കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെ പുരുഷന്മാർക്ക് വേണ്ടിയിട്ട് കമ്മീഷൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. വനിതാ കമ്മീഷൻ ഇപ്പം വന്നതല്ലല്ലോ, നേരത്തെ ഉണ്ടായിരുന്നല്ലേ. അപ്പം ആ ഒരു കാലഘട്ടത്തിൽ പുരുഷന്മാരായിരുന്നു ലൈക്ക് പവർഫുൾ, അതായത് അടിച്ചമർത്തിക്കൊണ്ടിരുന്നത് സ്ത്രീകളെ. അതുകൊണ്ടാണല്ലോ വനിതാ കമ്മീഷൻ വന്നത്. ഇപ്പം ഈ രാഹുൽ ഈശ്വർ പറഞ്ഞത് കേട്ടിട്ടാണ് ഈ പുരുഷ കമ്മീഷൻ വരുന്നതെങ്കിൽ അത് കംപ്ലീറ്റ്ലി യൂസ്ലെസ് എന്നല്ല, അയാൾ പറഞ്ഞത് യൂസ്ലെസ് ആയിട്ടുള്ള ഇതാണെന്ന് തോന്നുന്നു. അതൊരു ആവശ്യമായിട്ട് തോന്നുന്നുണ്ട്. കാരണം ചിലരൊക്കെ ചതിയപ്പെടുകയും ഭീഷണിക്ക് വശംബദ്ധരാകുകയും പലപ്പോഴും ഈ മറ്റുള്ളവരെ പറ്റിക്കുന്നതിൽ വിദഗ്ധരാണ് സ്ത്രീകൾ. പുരുഷന്മാരിൽ നിന്ന് രക്ഷ കിട്ടുന്നതിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നത് നല്ലതാണ്. സർക്കാർ ചെയ്യണം, അല്ലാതെ നമ്മളിപ്പോൾ എന്ത് ചെയ്യാനാ? വരണമല്ലോ. സ്ത്രീകൾക്ക് എല്ലാതും ഉണ്ടല്ലോ, പുരുഷന്മാർക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ പുരുഷ കമ്മീഷൻ വരേണ്ടതാണ്. സ്ത്രീകൾക്കുള്ള അവകാശം പോലെ പുരുഷനുണ്ടല്ലോ. ഇന്ന് പല കേസുകളിലും പുരുഷന്മാര് നിരപരാധികൾ ശിക്ഷിക്കപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും പുരുഷന്മാർക്കും അതുപോലെ ഒരു വേദി ഉണ്ടാവേണ്ട അത്യാവശ്യം തന്നെയാണ്. ഇത് ഉണ്ടാവുന്നത് നല്ലതാണ്. ലൈക്ക് ഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ ബോത്ത് സൈഡ് അല്ലേ, ലൈക്ക് രണ്ട് വശവും വേണം. അപ്പോൾ വേണം എന്നാണ് എൻ്റെ അഭിപ്രായം. നിരപരാധികളായിട്ടുള്ള പുരുഷന്മാരെ സ്ത്രീകൾ പല ഉദ്ദേശത്തോടെയും പല രീതിയിലും ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് നിയമപരമായിട്ട്. അവർക്ക് അങ്ങനെ സപ്പോർട്ടുകളുണ്ട്. അതുകൊണ്ട് അത് തീർച്ചയായിട്ടും അത് സപ്പോർട്ട് ചെയ്യില്ല. പുരുഷന്മാർക്ക് അവരുടേതായ കാര്യങ്ങൾ പറയാനൊരു വേദിയില്ല. വനിതകൾക്ക് പല സംഘടനകളും പല ആൾക്കാരും അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അപ്പം പുരുഷന്മാർക്കായിട്ട് ഒരു ഇതില്ല. അപ്പോൾ അതുകൊണ്ട് വരണമെന്നുള്ളതാണ് അഭിപ്രായം. പുരുഷ കമ്മീഷനാ വനിതാ അഭിപ്രായം വരണ്ടെന്നാണ്. അവരവരുടെ കാര്യം നോക്കി സ്വന്തം കാര്യം നോക്കി നടക്കണേ നല്ലത്. പുരുഷ കമ്മീഷൻ വരണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇപ്പോൾ സ്ത്രീകൾ ഒരുപാട് ഈ അവരുടെ ഇത് വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ പുരുഷന് നേരെ തിരിയുന്നുണ്ട്. സ്ത്രീകൾ ഈ ബസ്സിൽ കയറിയിട്ട് പുരുഷന്മാരുടെ സൈഡിൽ ഇരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവരോട് തന്നെ തട്ടിക്കയറുന്നുണ്ട്. അങ്ങനെയുള്ള കുറച്ച് റീസൺസും കാര്യങ്ങളും വരുന്നുണ്ട്. അത് പോയിട്ട് ഇപ്പം പീഡനത്തിൻ്റെ കേസിലോട്ടൊക്കെ പറയുകയാണെങ്കിൽ ചുമ്മാ കള്ളപ്പരാതികൾ കൊടുത്തിട്ട് ഉള്ള ചെറിയ ചെറിയ സിറ്റുവേഷൻസൊക്കെ കാണുന്നുണ്ട്. അപ്പം സ്ത്രീകൾക്ക് എന്തെങ്കിലും പറ്റുമ്പോൾ പോലീസുകാരായാലും അല്ലെങ്കിൽ സമൂഹമായാലും ആണിൻ്റെ സൈഡ് ശരിയുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്ന് ചിന്തിക്കാതെ ഡയറക്റ്റ് കേസ് എടുക്കുകയും പിന്നെ അങ്ങനെയുള്ള ഒരു ഇതൊക്കെ പൊതുവെ കണ്ടുവരുന്നുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് കുറയും. രണ്ടുപേർക്കും എന്താണെന്നുള്ളത് ഒരു മ്യൂച്വലി ചോദിച്ച് മനസ്സിലാക്കിയതിനു ശേഷം ആരുടെ ഭാഗത്താണോ തെറ്റ് അയാൾക്ക് നേരെ ഒരു ആക്ഷൻ എടുക്കണം. അതാണ് നമുക്കിപ്പം അങ്ങനെയാണ്. നമ്മളിപ്പം അയാൾക്കൊരു പ്രയോറിറ്റി ഇയാൾക്കൊരു പ്രയോറിറ്റി അങ്ങനെ ഒരു ആവശ്യം ഇപ്പോഴത്തെ ഒരു കാലത്തിൽ നമുക്ക് വേണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അത്രത്തോളം സ്ത്രീകൾ മുന്നേറി വരുന്നുണ്ട്. വേണമല്ലോ, സംശയമില്ലാത്ത കാര്യമില്ല.
വനിതകൾക്കല്ല ഇപ്പോൾ ഉള്ളൂ. ഇപ്പോൾ പല കള്ളക്കേസുമൊക്കെ ഉണ്ട്. പല ആണുങ്ങൾ കുടുങ്ങി പോവുകയാണ് ഇപ്പോൾ. വനിതകൾക്കും പ്രൊട്ടക്ഷൻ വേണം, അതുപോലെ പുരുഷന്മാർക്കും പ്രൊട്ടക്ഷൻ വേണം. പുരുഷന്മാർക്ക് ഇപ്പോൾ സംവിധാനം ഇല്ല, അതുകൊണ്ട് വേണം. ഇപ്പം നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ നോക്കുമ്പോൾ വേണം. ചോദിക്കാൻ പറയാൻ ആരുമില്ല ആണുങ്ങൾക്ക്. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയാൻ അഭിപ്രായം പറയാനുണ്ടല്ലോ. ഇപ്പം നമ്മളെ പേരിൽ തന്നെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഓരോ പ്രോബ്ലംസ് ഉണ്ടാക്കുമ്പോഴേ നമുക്ക് എന്ന് അടുത്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയണ്ടേ. അപ്പം നമുക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു കമ്മീഷന് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പം നമുക്കും കുറേ കാര്യങ്ങളും ഒപ്പീനിയനും കാര്യങ്ങളൊക്കെ പറയാനും ഒരു കമ്മീഷൻ ഉണ്ടെങ്കിൽ കൊള്ളായിരിക്കും. അതിൻ്റെ ആവശ്യമില്ല. പുരുഷന്മാർ തൊട്ടതിനും പിടിച്ചതിനും പെണ്ണുങ്ങളെ പോലെ കുറ്റം പറയാൻ നടക്കുന്നില്ല. അവർ അഡ്ജസ്റ്റബിൾ ആണ്. അവർക്കറിയാം ഉള്ള പ്രശ്നങ്ങൾ അവർക്ക് നേടാൻ അറിയാം. അവരൊക്കെയാണ്. പുരുഷന്മാർക്ക് അവരുടെ കാര്യം സ്വയം നോക്കാൻ അറിയാലോ, അത് മതി. പബ്ലിക് ഒപ്പീനിയനായിട്ട് അങ്ങനെയൊന്നും വേണ്ട. പബ്ലിക്കായിട്ട് അതിന് പുരുഷന്മാർക്ക് ഒരു സംഘടന ഇപ്പോൾ ഒരുപാടുണ്ടല്ലോ. ഇപ്പോൾ മറ്റേ ബോച്ചെ അവർക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടല്ലോ. വളരെ മോശമാണ്. അതിന് വേണ്ടിയിട്ട് പുരുഷന്മാരുടെ കാര്യം നോക്കാൻ പുരുഷന്മാർക്ക് അറിയാം, എന്തായാലും അറിയാം. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 70% ഈ സ്ത്രീകൾ ചുമ്മാണ് കേസ് കൊടുക്കുന്നത്. അടുത്തൂടെ പോയി പറഞ്ഞാൽ എന്തെങ്കിലും പറഞ്ഞാൽ പറഞ്ഞൊരു കേസാണ് കൊടുക്കുന്നത്, പീഡന കേസായി. ഇല്ലായിരുന്നു, നിരപരാധിയാണ്. ഇതെല്ലാം ചെയ്യണതെല്ലാം പെണ്ണുങ്ങൾ തന്നെയാണ് കൂടുതലും. ഇതൊരു അവർ വെച്ച് ദുരുപയോഗം ചെയ്യുക. പുരുഷന്മാർക്ക് പുരുഷൻ കമ്മീഷൻ അതിൻ്റെ ആവശ്യമില്ല. സ്ത്രീകൾക്ക് സ്വന്തമായിട്ട് ചിന്തിക്കാനും പ്രവർത്തിക്കാനുമുള്ള ശേഷിയില്ല. അതുകൊണ്ട് അവർക്കൊരു കമ്മീഷൻ വേണം. പുരുഷന്മാർക്ക് അതുണ്ട്, അതുകൊണ്ട് അവർക്കൊരു കമ്മീഷൻ പറയുന്ന കാര്യം അല്ല, അങ്ങനെ കമ്മീഷൻ വേണം. സ്ത്രീകൾക്ക് വേണമെങ്കിൽ പുരുഷന്മാർക്കും വേണം. സ്ത്രീകൾക്ക് മാത്രം മതിയോ, പുരുഷന്മാർക്കും വേണ്ടേ? പുരുഷന്മാർക്ക് ഒരുപാട് പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഇത് ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങളുണ്ട്. കമ്മീഷന് വരണമെന്നാണ് താല്പര്യം. യഥാർത്ഥത്തിൽ പണ്ടേ വരേണ്ടത് പുരുഷനായിരുന്നു കമ്മീഷൻ. കാരണം എന്താ, ന്യൂനപക്ഷം പുരുഷന്മാരാണ്, ഭൂരിപക്ഷം ആരാ? പക്ഷെ ന്യൂനപക്ഷത്തെ വേണ്ടേ സംരക്ഷിക്കാൻ. ഇതുവരെ വരാത്തത് ഇവിടുത്തെ ഭരണകർത്താക്കളെ വെറും മണ്ടത്തരം. എല്ലാവരും എന്തു പറയും? അപവാദ കേസ്, പുരുഷന്മാരെ കുറിച്ച് കേട്ടാൽ അന്നവനെ റിമാൻഡ് ചെയ്യേ, അതോടുകൂടി അവൻ്റെ ലൈഫ് സ്പോയിലായി. അപ്പം അതിനെ ഒഴിവാക്കാൻ സ്ത്രീകൾക്കുള്ളതല്ല പുരുഷന്മാർക്കും കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം പുരുഷ കമ്മീഷൻ അത്യാവശ്യമാണ്. പുരുഷന്മാർക്ക് ഇപ്പോൾ ഒരു വിലയില്ലാതായി പോയില്ലേ. ഇപ്പം എല്ലാ സ്ത്രീകൾക്കാണ് എല്ലാം മുൻഗണന, പുരുഷന്മാരുടെ ഒന്നും അല്ലാതായി. വനിതകൾക്ക് വനിതാ കമ്മീഷൻ പറഞ്ഞാൽ പുരുഷന്മാർക്കും പുരുഷ കമ്മീഷൻ വരണം. എന്നാലും പുരുഷന്മാർക്ക് അതിൻ്റെ തീരുമാനങ്ങളും അഭിപ്രായങ്ങളും പറയണ്ടേ. വനിതകൾക്ക് മാത്രം പോരല്ല. സ്ത്രീകൾക്ക് വേണ്ടിയുള്ള കമ്മീഷനും സ്ത്രീകളുടെ ആവശ്യകത മാത്രമേ കേൾക്കുന്നുള്ളൂ. പുരുഷന്മാർക്കുള്ള പലയിടത്തും പുരുഷന്മാരും ഇതേ ക്രൂരതകളൊക്കെ അനുഭവിക്കുന്നുണ്ട്. അവർക്കൊന്നും ഒരു പറഞ്ഞ് ഒപ്പീനിയനായിട്ട് അങ്ങനെ പറയാനായിട്ടുള്ള ഒരു വേദിയില്ല. അപ്പം അങ്ങനെ ഒരു കമ്മീഷൻ ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ നല്ലതല്ലേ. സ്ത്രീകൾ എന്ത് പറഞ്ഞാലും അത് ഞാൻ വെച്ചുകൊണ്ടിരിക്കും ചില ആൾക്കാർ. ഇപ്പം സ്ത്രീകൾ കള്ളക്കേസ് ഇപ്പോൾ കൊടുത്താൽ സ്ത്രീകളെ ഭരണം മാത്രമേ ഉള്ളൂ, അങ്ങനെയൊക്കെയാണ്. ഈ സമൂഹത്തിൽ ഇപ്പം സ്ത്രീകൾക്ക് വേണ്ടി വനിതാ കമ്മീഷൻ ഉണ്ട്. പക്ഷേ ഈ നിലവിലെ സാഹചര്യം വെച്ച് പുരുഷന്മാർക്ക് വേണ്ടി സംസാരിക്കുന്നതിന് വേണ്ടി നിലവിൽ ഒരു സാഹചര്യവുമില്ല. ഗവൺമെൻറ്റോ മറ്റ് അധികാരികളോ ഇടപെടുന്നില്ല. അതുകൊണ്ട് തന്നെ പുരുഷന്മാർക്കും സ്ത്രീകൾക്ക് വേണ്ടിയുള്ളതുപോലെ തന്നെ പുരുഷന്മാർക്കും ഈ സമൂഹത്തിൽ ജീവിക്കുന്നതിന് വേണ്ടി ഒരു കമ്മീഷൻ ആവശ്യമാണെന്നാണ് എൻ്റെ പൊതുവായിട്ടുള്ളൊരു അഭിപ്രായം. ഇപ്പം നമ്മളുടെ പ്രശ്നങ്ങൾക്കൊക്കെ ആൾക്കാരുണ്ടല്ലോ, അപ്പം അതുപോലെ അവരുടെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യാൻ ആരെങ്കിലും രണ്ടുപേരെയും ഒരേപോലെ കാണണമല്ലോ. അതുകൊണ്ട് വുമൻസ് സെപ്പറേറ്റ് മെൻസ് സെപ്പറേറ്റ് അങ്ങനെ ഒരു ഇത് വേണ്ട. നമ്മള് പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം ബാധിക്കുന്നവരെ ഇവിടെ ഈ ലോകത്തുള്ളൂ. പെണ്ണുങ്ങൾക്ക് വേണ്ടി മാത്രം കോടതിയും അവർ പറയുന്നതെല്ലാം സത്യസന്ധമെന്ന് പറയുക, അതിനോട് നമുക്ക് യോജിപ്പില്ല. ഒരാളുടെ മാത്രം സൈഡ് നോക്കരുത്. എന്തെങ്കിലും ഒരു കേസോ കാര്യങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ രണ്ട് ഭാഗത്തും നീതിയുണ്ടോ, അല്ലാതെ രണ്ടുപേർക്കും തുല്യത വേണം. ആണ് പെണ്ണ് എന്ന് പറയുമ്പോൾ രണ്ടുപേർക്കും ഒരേ രീതിയിലുള്ള തുല്യതയാണ് വേണ്ടത്. അല്ല ആർക്കും മുൻഗണന പാടില്ല. അത് ഏത് നിയമങ്ങളാണെങ്കിലും ഇപ്പോൾ ഭരണത്തിലാണെങ്കിലും രണ്ടുപേർക്കും തുല്യ പ്രാധാന്യം കൊടുക്കുക. ഇപ്പം 50% ആയാലും പ്രശ്നമില്ല. ഇപ്പം മന്ത്രി ഒരു സ്ത്രീ ആയാലും പ്രശ്നമൊന്നുമില്ല. പക്ഷേ നിയമം എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം, ഒരാളുടെ സൈഡ് മാത്രം നിൽക്കരുത്. അതാണ് എൻ്റെ അഭിപ്രായം. പുരുഷ കമ്മീഷൻ ഓക്കെ, അവർക്ക് അത് താല്പര്യമാണെങ്കിൽ അത് വരുന്ന പ്രശ്നമില്ല. ആർക്കും നമ്മളിപ്പോൾ തമ്മിലടിക്കേണ്ട കാര്യമില്ലല്ലോ. ഒരു രാജ്യം മുന്നോട്ട് പോകണം, അവിടെ ആണായാലും പെണ്ണായാലും ഒരുപോലെ പോവുക, അത്രയേ ഉള്ളൂ. വനിതകൾക്ക് വനിതാ കമ്മീഷൻ ഉള്ള പോലെ ആണുങ്ങൾക്കും ഇതുപോലെ കമ്മീഷൻ വേണം. കാര്യം ആണുങ്ങളാണ് ഇപ്പം ഭീഷണിയിൽ പെണ്ണുങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് പബ്ലിക്കിനെ അറിയിക്കണം. പുരുഷന്മാർക്കും തുല്യനീതി കിട്ടണം. സ്ത്രീകളെ പോലെ തന്നെ പരിഗണനകൾ പുരുഷന്മാരും അർഹിക്കുന്നു. സ്ത്രീകൾക്ക് വനിതാ കമ്മീഷൻ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് പുരുഷന്മാർക്ക് ഒരു പുരുഷ കമ്മീഷൻ വന്നുകൂടാ എന്ന് തന്നെയാണ് ജനങ്ങൾ ചോദിക്കുന്നത്.